ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അയല പൊള്ളിച്ചത് നല്ല നാടൻ ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറില്ല. ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നാടൻ ടച്ചുള്ള മസാല ആ ഒരു രീതിയിൽ നമ്മൾ വാഴയിലയിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്കിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു മീൻ പൊള്ളിച്ചത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ അയല എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോൻ്റെ സൈസിലുള്ള 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാല റെഡിയാക്കുന്ന സമയത്ത് നന്നായി പിടിച്ചു കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ തലയുടെ ഭാഗം ഞാൻ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെച്ചതാണ്. പുറമേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു തൊലി ഭാഗം കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് തലയൊക്കെ അധികം നന്നായിട്ട് ഇഷ്ടപ്പെടുമല്ലോ ഈ പൊള്ളിച്ചെന്നൊക്കെ കഴിക്കാൻ. അങ്ങനെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട. അഥവാ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഫോട്ടോ വാങ്ങിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിനായിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവും കളറും ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ തന്നെ കാശ്മീരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം കട്ടിയിൽ നല്ല പുളിയോടുകൂടി തന്നെ പിഴിഞ്ഞിട്ടുള്ള പുളിനീര് ചേർത്ത് കൊടുക്കാം. പുളിനീര് ഞാനൊരു കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണ് പുളിപ്പ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മീൻ മസാല റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുളിനീര് ആവശ്യം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു നാടൻ ടച്ച് കിട്ടണമെങ്കിൽ നമുക്ക് പുളിനീര് തന്നെയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുളിനീരും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് ഇളകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത വരയുടെ ഇടയിൽ കൂടിയൊക്കെ നന്നായിട്ട് തന്നെ മസാല ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. എങ്കിലേ നന്നായിട്ട് ഉള്ളിലേക്ക് നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ ഇപ്പം ഞാൻ 2 മീനിൽ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിലേ നന്നായിട്ട് മീനിൽ പിടിച്ചു കിട്ടുള്ളൂ. ഞാനിപ്പോൾ 1/2 മണിക്കൂർ വെക്കാൻ പോവാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എങ്കിലേ ആ നാടൻ ടച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് മീൻ 2 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് നന്നായിട്ട് നമ്മൾ സാധാരണ നോർമൽ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊള്ളിച്ചെടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് നന്നായിട്ട് ദമ്മായി നിൽക്കുന്ന സമയത്ത് ഉള്ളൊക്കെ നന്നായിട്ട് വീണ്ടും വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ട് 2 ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ഒരു സൈഡ് മീൻ ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് തിരിച്ചിട്ട ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ റെഡിയാക്കുന്ന മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീനും പൊള്ളിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ അയല കിട്ടിയതുകൊണ്ട് അയല വെച്ച് ചെയ്യുന്നതന്നേ ഉള്ളൂ കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മീൻ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം.
കണ്ടില്ലേ, കരിവൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഫ്രൈ ആയിക്കിട്ടില്ല. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഒരുപാട് ഉണങ്ങിയിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ പൊള്ളിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും വീണ്ടും ഒന്ന് ഫ്രൈ ആയി കിട്ടും നമുക്ക് പൊള്ളിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് രണ്ടും ഇതുപോലെ കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ മീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 350 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 അയലയല്ലേ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര മീൻ ചെയ്തെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തണേ. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മസാലയൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ മീനിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മസാല റെഡിയാക്കാൻ ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ. എങ്കിലേ ആ ഒരു നല്ല ടേസ്റ്റും നാടൻ ടച്ചുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് അടുപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട. അതുപോലെ തന്നെ ഫ്ലെയിം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ. എങ്കിൽ ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ പൊടികൾ ചേർക്കുമ്പോഴും പൊടികൾ ചേർത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിമിൻ്റെ കാര്യമാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക. എങ്കിലേ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് മസാല റെഡിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരു പകുതി തക്കാളിയൊക്കെ മതി കേട്ടോ. കാരണം ഒരുപാട് പുളിപ്പ് വേണം, എന്നാൽ ചെറിയ പുളിയിലും വേണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി വെന്തുടയുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ തക്കാളി ചേർത്ത് കൊടുത്താൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ചിലവരൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു മീൻ പൊള്ളിച്ചയാണ് ഇതെന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത് ആ ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇപ്പം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ തിള വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ് കാണുന്നില്ലേ, ആ ഒരു സമയമാകുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് തിളക്കാൻ പാടില്ല, എങ്കിൽ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മതി കേട്ടോ. ഇനി ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു.
ഇനി നമുക്ക് മീനിനെ പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയില ഇതുപോലെ ചെറിയ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ പോർഷനും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ മീനിട്ടിട്ട് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് മടക്കുന്ന സമയത്ത് കീറിപ്പോൾ അതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇല റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മസാല ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുക്കുന്നതിൽ അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എന്നാലും ഒട്ടും കുറയാനും പാടില്ല. കാരണം ഈ ഒരു മസാലയും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മസാല വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മീനിനെ വെച്ച് കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ മാത്രം മസാല വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഈ ഒരു മീനിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടി മസാല ഒന്ന് നേരത്തെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ മീനിനൊരു ഏതാണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ. ഇനി ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എങ്കിലും നമുക്ക് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ മീനിനൊരു പ്രത്യേക ഫ്ലേവറും ഉണ്ടാവും ആവിയൊക്കെ തട്ടിയിട്ട് വരുന്ന സമയത്ത്. ഇനി നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഇല ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. മസാലയൊന്നും നമ്മുടെ പുറത്താകാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വാഴനാര് കൊണ്ട് തന്നെയാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചിലവർ ഞാനിപ്പോൾ കറിവേപ്പില വെച്ച് കൊടുത്തില്ലേ അതിന് ആ ഒരു സമയത്ത് തന്നെ ചിലവർ സവാള കട്ടിയിട്ട് വെച്ച് കൊടുക്കും, ചിലവർ മല്ലിയില വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്ന അതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നാടൻ ടച്ചല്ലേ വേണ്ടത്, നല്ല നാടൻ ടേസ്റ്റ് ആയിട്ടല്ലേ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും ആർക്കും ഇത് ഫ്ലോപ്പ് ആയില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മീനിൻ്റെ അളവിലൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിലും കൂടുതൽ ചേർത്ത് കൊടുക്കുക എല്ലാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. ഇത് ജാമായിട്ട് ദമ്മായി കിട്ടണം കേട്ടോ. ഇപ്പം കണ്ടില്ല നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ മീനും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ രണ്ട് മീനും ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുമ്പിൻ്റെ ഓടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഉരുളി ടൈപ്പൊക്കെ വരുന്നില്ലേ ആ ഒരു രീതിയിലെല്ലാം ഒന്ന് ചെയ്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട്. എന്നിട്ട് നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വാഴയില കരിയാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറച്ചധികം സമയം തന്നെ ആവി കൊള്ളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല പിന്നെ ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് ആവി തട്ടിക്കുന്ന സമയത്ത് ആ ഒരു മീനിലേക്ക് വരെ വാഴയിലൂടെ നല്ല ഫ്ലേവറായിട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ആവി വരുന്ന രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുഴിയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും കവറായിട്ട് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ആവി ഇതിൽ തന്നെ നിന്നിട്ട് നമുക്ക് ദമ്മായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു പാനിൽ ഒരു മീൻ വെച്ചിട്ട് ചെയ്യാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല, അയല വലുപ്പമുള്ള അയലയായിരുന്നു. ഒരു മീൻ തന്നെ 1/2 കിലോനുണ്ടായിരുന്നു. 1/2 കിലോൻ്റെ മുകളിലായിട്ടുണ്ടാവും. ആ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് വെച്ചിട്ടേ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മീൻ ചെറിയ തരത്തിലുള്ള മീനാണെങ്കിൽ ഒരു 2 എണ്ണമെങ്കിലും ഒപ്പരം വെച്ചിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യാം എന്തായി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല വാഴയിലൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്ന് ആ ഒരു നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയുടെ തന്നെ കളറ് ആ മസാലയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് പിടിച്ചിട്ട് റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുക്കുക. അല്ലാതെ നമ്മുടെ മീൻ ദമ്മായി കിട്ടാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സൈഡും നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം എന്തായെന്ന്.
ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവുക ചെറുതായിട്ട് ആവിയൊക്കെ വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 2 മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഇലയുടെയൊക്കെ കളറ് കണ്ടില്ലേ, നന്നായിട്ടിത് ദമ്മായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കളർ കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ കൈ ഇല മാറ്റിയെടുക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടാവും, ആവിയൊക്കെ പറക്കുന്ന കണ്ടില്ല, നന്നായിട്ട് നല്ല സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാൻ വേണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കറിവേപ്പിലയുടെയൊക്കെ സ്മെല്ല് ഈ ഒരു ഇല നീക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് നമ്മൾ വീട്ടിൽ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ റെഡിയാക്കാൻ പറ്റിയൊരു ഐറ്റമാണല്ലോ മീൻ പൊള്ളിച്ചത്. അപ്പോൾ അങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഹറിബറിയായിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇത് പറഞ്ഞല്ലോ, ചൂടോട് കൂടിയിട്ട് കഴിക്കണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഹറിയായിട്ട് ചെയ്തെടുക്കാതെ നമുക്ക് മുന്നേ ചെയ്ത് വെക്കുക. എന്നിട്ട് ഗസ്റ്റ് വന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ തുടങ്ങുന്ന സമയമില്ലേ, ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒന്ന് സ്റ്റീമറിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളമൊക്കെ അടിയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് വെച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ പൊള്ളിച്ചെടുത്ത മീൻ പോലെ ഇരിക്കും കേട്ടോ. നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു ടിപ്പൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ, ആവശ്യം വരും എന്തായാലും. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് ഉള്ളൊന്ന് കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് നീക്കിയിട്ട്, നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചിരുന്നത്. കണ്ടില്ലേ, നീക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഇത് കേട്ടോ, കാരണം ഉള്ളൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, ദമ്മായി കിടന്നിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും മീൻ പൊള്ളിച്ചൊക്കെ റെഡിയാക്കുന്നവർ തന്നെ ആയിരിക്കും. എന്നാലും ഇടയ്ക്കൊന്ന് ഈ ഒരു മസാല വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, കാരണം ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല. നല്ല ടേസ്റ്റുള്ളൊരു, നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്